ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇത് ഞങ്ങളുടെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു കേട്ടോ ഈ സദ്യ എന്നുള്ളത്. കാരണം ഒന്നാമത് ഞങ്ങളെല്ലാവരും വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഈ സൺഡേ ആയിരുന്നു കേട്ടോ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ അത്തം കൂടിയല്ലേ, അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കിന്നൊരു സദ്യ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുപിടിച്ചപ്പോൾ ഒരു സദ്യ ഉണ്ടാക്കി കേട്ടോ. ആദ്യം എന്താ പറയുക, ഞാനിപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലിരുന്നിട്ടാട്ടോ. ഇപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. പിന്നെ എന്താ പറയുക, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് സദ്യ ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെടായിരുന്നു കേട്ടോ. ഞാനും ഏട്ടത്തിയമ്മയും കൂടിയിട്ടാട്ടോ അവിയലിന് കഷ്ണങ്ങളൊക്കെ അരിയുന്നത്. പിന്നെ അമ്മ എന്താ പറയുക, നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയാൻ കൂടെ അമ്മായി ഉണ്ടായിരുന്നു കേട്ടോ, അച്ഛൻ്റെ പെങ്ങളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവിടെ കുഞ്ഞു ഇടയ്ക്ക് അവിടെ കോഴിയുടെ കൂടെ പോകുന്നുണ്ട്, കോഴിക്ക് തീറ്റ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഏട്ടത്തിയമ്മ വേഗം തേങ്ങ ചിരകാനൊക്കെ ഇരുന്നു കേട്ടോ. എല്ലാവരും ഒത്തുപിടിക്കണമെങ്കിൽ വേഗം ആകുമല്ലോ. ഇപ്പോൾ ആ സമയം ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ സാമ്പാറിനുള്ള തേങ്ങയും പിന്നെ അതിൽ കറിവേപ്പില, പിന്നെന്താ കായം, ഉലുവ, അത് വറുത്ത് വെക്കാൻ പറഞ്ഞിട്ട് അമ്മ സാമ്പാറിന് കേട്ടോ വറുത്തരച്ചിട്ടാ സാമ്പാർ ഉണ്ടാക്കുന്നത്. ആ സാമ്പാറിന് ഭയങ്കര ടേസ്റ്റാണ്. ഞങ്ങൾക്ക് അമ്മ ഉണ്ടാക്കുന്ന സാമ്പാർ കേട്ടോ ഭയങ്കര ഇഷ്ടം. പിന്നെ ഏകദേശം ഒരു 1:30 ആയപ്പോഴേക്കും ഞങ്ങളുടെ സദ്യക്കായി. സാമ്പാറും അവിയലും ഉപ്പേരിയും പിന്നെ ഒരു കാളനും പിന്നെ പപ്പടം പിന്നെ ചിക്കനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. പായസം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു 2 മണിയായിട്ടുണ്ടാവും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇരുന്നപ്പോൾ കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി എന്താ പറയുക, ഞങ്ങൾ സാധാരണ അത്തത്തിന് ഞങ്ങൾ അങ്ങനെ സദ്യ ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. നോർമലി നമ്മൾ എന്താ പറയുക ഫുഡ് വെക്കുന്ന അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രാവശ്യം ആദ്യമായിട്ട് കേട്ടോ ഞങ്ങൾ അത്തത്തിനൊന്നൊരു ചെറിയൊരു സദ്യ. ഈ 2026 ആദ്യത്തെ സദ്യയാണ് കേട്ടോ ഇത്, ഓണസദ്യയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഞങ്ങളെല്ലാവരും അടിപൊളിയായിരുന്നു ഈ സദ്യ. എനിക്ക് എന്താ പറയുക ഫാമിലിയിൽ നിന്ന് അടിപൊളി ഒരു മെമ്മറി ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞിട്ട് പിന്നെ നീച്ച് പിന്നെ ഒരു കട്ടൻ ചായ കുടിച്ചു. അപ്പോൾ സമാധാനം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്